ഡേ ആണ്. അപ്പോൾ നമുക്ക് ആമിയെ മേക്കപ്പ് ചെയ്യാം അല്ലേ? ആമിയുടെ സ്കൂളിൽ എന്താ ഇന്ന്? ആ പാട്ടാണ് ആമി ഡാൻസ് കളി. ആമിയുടെ അമ്മായി വന്നിട്ടുണ്ട് അല്ലേ? അതാണ് ആമി പറയുന്നത്. അപ്പം നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് കാണാം അല്ലേ? ഇപ്പം സമയം എത്രയായി? 3:20. 4 മണിയാകുമ്പോൾ നമുക്ക് സ്കൂളിലെത്തണം. സ്കൂൾ ഇവിടെ അടുത്താണ്. ഇന്നലെ ഓൾറെഡി ടീച്ചർ പറഞ്ഞിരുന്നു കണ്ണൊക്കെ എഴുതിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. പിന്നെ അവിടെ ചെന്ന് ജസ്റ്റ് ഡ്രസ്സ് ഇട്ടാൽ മാത്രം മതിയല്ലോ. കാണിക്കുന്ന പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ചത് അല്ല, ഇങ്ങനെ ട്രോഫിയിൽ ഇങ്ങനെ ഉമ്മ വെച്ചു. ഞാൻ വെറുതെ കേട്ടോ അങ്ങനെ കാണിക്കാൻ. അമ്മ പഠിപ്പിച്ചതെന്നും പറയും. ഇന്നലെ സൂരജ് വിളിച്ചപ്പോൾ പറഞ്ഞു ആമിക്ക് ട്രോഫി കിട്ടുമ്പോൾ വിക്ടറി സിമ്പിൾ കയ്യിൽ കാണിക്കണമെന്ന്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യല്ലേ ആമി ചെയ്താൽ തന്നെ എൻ്റെ പേര് പറയില്ലേ എന്ന് പറയുക. നോട്ടിഫിക്കേഷൻ സ്വന്തം വീഡിയോ കണ്ടോന്ന് ചോദിക്കേണ്ട അവസ്ഥ. ക്ലിപ്പ് വേണ്ട, ഹെയർ ബാൻഡും ക്ലിപ്പും എല്ലാം കൂടെ വൃത്തിയാണ് ഇല്ലേ? നമുക്ക് ഹെയർ ബാൻഡ് വെക്കാം ഭംഗിയുള്ള. ഓക്കെ, കണ്ണിൽ തുടക്കണം. അവള് തൊട്ടപ്പോയോ? പോയില്ല. എവിടെ പോവാ? അപ്പൊ ഞങ്ങളുടെ റെഡിയായി മേക്കപ്പ് ഒക്കെ ഇട്ടല്ലേ? ഞാനെന്തിനാ മേക്കപ്പ് ഇട്ട്? ഡ്രസ്സ് സ്കൂളിൽ ചെന്നിട്ട് മാറും അല്ലേ? അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി നമ്മൾ ഡ്രസ്സൊക്കെ മാറി. ആമിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഇത്. സ്കൂളിൽ ചെന്നപ്പോൾ ഞങ്ങളും കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് ആമിക്ക് ഭയങ്കര നാണം. ആമിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ആമി പോകുന്നില്ല. വേദിക എടുത്തു പോകും. വേദിക ഫ്രണ്ടാന്നല്ലേ പറഞ്ഞു. ചെല്ല്. അയ്യേ ആമി. ഇതറിയോ? ഇയാളെ അറിയോ? ഇതാരാ അറിയോ? ഇല്ല, നിങ്ങളാരും അറിയത്തില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആമി സെറ്റായി. ആമിയുടെ ഫ്രണ്ട്സിനെ കെട്ടിപ്പിടിക്കുന്നു. ഭയങ്കര സ്നേഹം. എന്തൊരു സ്നേഹം. ഐഷയാണോ? പിള്ളേരൊക്കെ റെഡി ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. കളിക്കുന്നുണ്ട് മോൾ. എത്ര ഡാൻസ് കളിക്കുന്നുണ്ട്? 2 ഏതൊക്കെ ഡാൻസാ? ഈ റെഡിയാക്കി കഴിഞ്ഞ കുട്ടികളെ ഇരുന്ന് ഇച്ചിരി പാടാട്ടോ. അങ്ങനെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. Before we begin, let's start a warm welcome to our chief guest, Mr. LVP. Next speaker. ആമയാണ് ചീഫ് ഗസ്റ്റിന് ഫ്ലവർ കൊടുത്തത്. പക്ഷെ ഫ്ലവർ അവൾ തിരിച്ചു വാങ്ങിച്ചു. അടുത്താൾ കണ്ട വാങ്ങിക്കാൻ നോക്കി പക്ഷെ കൊടുത്തില്ല. ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം വളരെ കുറവാണ് പേരൻസ് വീട്ടിൽ 1-2 പേര്. അവർക്ക് ഇപ്പോൾ അമ്മമാരൊക്കെ വീട്ടിലിരുന്നാലും വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ അവരെ ഇവിടെ കുട്ടികൾ ഭയങ്കര കളിയോടെ കളി. അവിടെ സ്പീച്ച് നടക്കുന്നു. അത്ര നേരം അവർക്കവിടെ അങ്ങനെ പിള്ളേരങ്ങനെ അടങ്ങിയിരിക്കത്തില്ല. നല്ല രസമായിട്ട് ഇവരുടെ കളി കണ്ടിരിക്കാൻ. ആരോട് പറയുന്നു? അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനോടെ പിന്നെ നമ്മളെ വിളിച്ചു. Dear parents, louder, the clap should be louder. Second prize, Agnika Suraj. Louder, dear parents. Agnika Suraj, second prize. And third prize, Aisha.
Prize is for Agnika Suresh. First prize Adam. Second prize Agnika Suresh. Second prize and third prize Agnika. അങ്ങനെ ആമയ്ക്ക് 5 പ്രൈസൊക്കെ കിട്ടി. ആമ ഹാപ്പിയായി. അത് കഴിഞ്ഞ് നമുക്ക് വെൽക്കം ഡാൻസ് തുടങ്ങി. ഈ ഡാൻസാണ് ഇന്ന് ഞാൻ ഈ നിമിഷമാണ് മനസ്സിലാക്കുന്നത്. ഇവളെപ്പോഴും ഓ ഓ ഓശാന ഓശാന എന്ന് പറയും. ഈ പാട്ടിനെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഡാൻസ് അവൾക്ക് ഇഷ്ടമാണ്. ഇത് ഇച്ചിരി LKG UKGയിലുള്ള പിള്ളേരാണ്. അവൾക്ക് അവിടെ ഡാൻസ് അവൾക്ക് ഇഷ്ടമല്ല. അത് നിങ്ങൾ അവിടെ ഡാൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് വോയിസ് ഓവർ ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഇതിന് കോപ്പിറൈറ്റ് ഓൾറെഡി കുട്ടികളെ കാണിക്കുന്നുണ്ട്. എന്തായാലും കമൻറ്റ് ബോക്സൊക്കെ ഓഫായിരിക്കും. അതിനോട് കോപ്പിറൈറ്റും കൂടെ വരണ്ടല്ലോ എന്ന് വെച്ചാണ് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. ഈ കുട്ടികളൊക്കെ കളിക്കുന്നതാണ് നല്ല രസമില്ല. ഈ കുഞ്ഞു പിള്ളേരുടെ ഡാൻസിന് പ്രത്യേക രസമാണ്. ഇത് കഴിയുമ്പോൾ KGയുടെ ഡാൻസ് ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ ബോയ്സിൻ്റെ. നമുക്ക് നമ്മുടെ മൈൻഡും ഒക്കെ ഭയങ്കര എനിക്ക് തോന്നുകയാണോന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷം തോന്നും, ഭയങ്കര രസമാണ്. അടുത്തത് നമ്മുടെ ആമിയുടെ ഡാൻസാണ് കേട്ടോ. ആമി ആദ്യമായി എന്നെ കണ്ട ദിവസം എൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവളിരിക്കുമായിരുന്നു. ശരിക്കും അവൾ ഇതിൽ നന്നായിട്ട് വീട്ടിൽ കളിക്കാറുണ്ട്. ഞാൻ ശരിക്കും ആ ഡാൻസ് പഠിപ്പിച്ച ടീച്ചറിനെയാണ് ഞാൻ ആലോചിച്ചത്. എന്തോരം കഷ്ടം, എന്ത് ബുദ്ധിമുട്ടിക്കാണോ അവർ. ഒരാളെ അവിടെ പിടിച്ച് നിർത്തുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും, പിന്നെ തിരിച്ച് ആ ആളെ കൊണ്ടുവരുമ്പോൾ മറ്റേ ആൾ വേറെ വഴിക്ക് പോകും. ഇതുങ്ങളെല്ലാവരെയും പഠിപ്പിച്ചതൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. ഇപ്പോൾ കണ്ട ആമി എന്നെയാണ് നോക്കുന്നത്. ഞാൻ ആ സൈഡിൽ സൂരജിനെ, ആമിയുടെ അച്ഛനാണ് സൂരജ് കേട്ടോ. എന്നെ പരിചയമുള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറയാണ്. അപ്പോൾ സൂരജിന് വീഡിയോ കോൾ ചെയ്ത് ആമിയുടെ ഡാൻസ് കാണിക്കുവാണ്. ആ സൈഡിൽ നിന്നിരിക്കുന്നതാണ് പ്രശ്നമായത്. അവൾ ഫുള്ള് എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുമായിരുന്നു. കണ്ട, ഞാൻ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. അവിടെ നിന്ന് ഡാൻസ് ചെയ്താൽ തെറ്റ്. പിന്നെ അവൾക്ക് ഈ ഡാൻസ് വലിയ താല്പര്യമില്ല. മീൻസ് ഈ ഡാൻസ് അവൾക്ക് ഇഷ്ടം. ആദ്യത്തെ വെൽക്കം ഡാൻസിലെ ഗണപതിയുടെ ആ ഡാൻസ്, പിന്നെ ആ കുട്ടികളുടെ ഈ LKG UKG പിള്ളേരുടെ പെയർ ഡാൻസ് ഉണ്ട്, അതൊക്കെയാണ് ആമിക്ക് ഇഷ്ടം. ഈ ഡാൻസ് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ പ്രാക്ടീസും ചെയ്തിട്ടില്ല. ടീച്ചർ പറഞ്ഞത് നന്നായിട്ട് കളിച്ചു, ഇത്രയും പോലും സ്കൂളിൽ കളിക്കാറില്ലെന്ന്. പക്ഷേ ഞാൻ ചെയ്ത മൊത്തം ഞാൻ ആ സൈഡിൽ നിൽപ്പുണ്ട്, അതുകൊണ്ടാണ് അവിടെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത്. ഫുള്ളി എൻ്റെ സൗന്ദര്യം, എൻ്റെ മോൾ ഇത്രയും നാളായിട്ട് എൻ്റെ സൗന്ദര്യം ഇത്രയും സുന്ദരിയാണ് എൻ്റെ അമ്മ നന്നാന്ന് തോന്നുന്നു. മനസ്സിലാക്കുന്ന എന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കണ്ട, അവളൊന്നും കളിക്കുന്നില്ല. അവളിങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് അവൾ കളിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. വീട്ടിലെനിക്കൊന്നും ഇതിലും നന്നായിട്ട് അവൾ കളിക്കുമായിരുന്നു. പക്ഷെ പിള്ളേർ ചെയ്യുന്നതാണ് നല്ല രസമില്ല. എല്ലാവരും പല വഴിയാണ്, പക്ഷെ നല്ല രസമാണ് കാണാൻ. കുറച്ച് നേരം ആമിയുടെ ഒരു സ്പെഷ്യൽ പ്രത്യേകതയാണ്, ആമിക്ക് കയ്യിൽ ചൊറിയോ കൊതുകടിക്കുകയോ ഒക്കെ ചെയ്ത് അത് ചൊറിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി കളിക്കത്തുള്ളൂ. ഭാഗ്യത്തിന് കൊതുകൊന്നും കടിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ചൊറിയേണ്ടി വന്നേനെ. കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ കളിക്കുന്നുണ്ട്. കണ്ട, ഇപ്പോൾ ഞാൻ ആ സൈഡിൽ നിൽപ്പുണ്ട്, അപ്പോൾ എന്നെ നോക്കിയിരിക്കുക. കണ്ട, അപ്പോൾ കറങ്ങാൻ മറന്നുപോയി, അതിനിതേ കറങ്ങി. ഇതാണ് കോമഡി. ഇത് കണ്ട, അവിടെ ഇരിക്കുകയാണ്. അവിടെ നോട്ടം മൊത്തം എന്നെയാണ്. കണ്ട, ഞാൻ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്, അതാണ് എന്നെ നോക്കുന്നത്. ഞാൻ ഓർക്കട്ടെ, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുമോ എന്ന് എനിക്കൊരു പേടി. ഞാനത് നിന്നതാണ് പ്രശ്നമായത്. കണ്ട, എന്തൊക്കെയോ ചിരിക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എല്ലാവരും ഉണ്ടോ. എന്നാലും നല്ല കോമഡി ആയിരുന്നു. കണ്ട, എന്നെ നോക്കുമോ ഞാൻ അവിടെ തന്നെ ഉണ്ടോയെന്ന്. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് പോയാലോ എന്ന്. കണ്ട, എല്ലാവരും എഴുന്നേറ്റ്, ആമി മാത്രം അവിടെ കിടക്കുന്നു. ആമി ശരിക്കും മൊത്തത്തിൽ കിളിപോയാണ് കളിച്ചത്. എന്നാലും രസമുണ്ടായിരുന്നു കാണാൻ. പലരും പല വഴിക്കാണെങ്കിലും കൊള്ളാൻ കാണാൻ. ഇതൊക്കെയല്ലേ ഓർമ്മ. ഞാൻ വിചാരിച്ചു, എനിക്കറിയാം ഈ വീഡിയോ ഞാൻ ഇട്ടാലും എന്തായാലും പാട്ടിടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഒന്ന് മൊത്തത്തിൽ പോകും. വോയിസ് ഓവർ ചെയ്യാം, ഓക്കെ. എന്തായാലും കുട്ടികളെ കാണിച്ചാലും കമൻറ്റ് ബോക്സൊക്കെ ഓഫായിരിക്കും. എന്നാലും ഞാൻ വിചാരിച്ചു ഇതാരും കാണാനും പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നാളെ എൻ്റെ ഫോണിൽ നിന്ന് ഈ വീഡിയോ ചിലപ്പോൾ പോകും. പക്ഷെ നാളെ അവളെ എനിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ.
ഇത് സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൽ അവിടെ ലാസ്റ്റ് ആനുവൽ ഡേ ആണ്. ഇനി അടുത്ത വർഷം തൊട്ട് അവൾ വേറെ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവൾക്കൊരു ഓർമ്മയാണ് ഈ സ്കൂള്. എന്നെ സംബന്ധിച്ച് എന്നെ ഭയങ്കരമായിട്ട് ആമിയുടെ പല ക്യാരക്ടറും മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്തൊരു സ്കൂളാണ്. ഞാൻ ഇവിടുത്തെ ടീച്ചേഴ്സിനൊന്നും ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്കൂളിൽ വരാൻ. അങ്ങനെ മീൻസ് അത്ര ഫ്രണ്ട്ലിയാണ് അവർ. ഞാമിനെ ശരിക്കും 2.5 വയസ്സിലാണ് കേട്ടോ ഈ സ്കൂളിൽ വിടാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ട് അവളുടെ പല ക്യാരക്ടർ എനിക്ക് മാറ്റാൻ പറ്റും. എൻ്റെ കഴിവുകേടാണെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് മാറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ വന്ന് പല കുട്ടികളുടെ കൂടെ സംസാരിച്ച് അവിടെ സംസാരം റെഡിയായത് ഈ സ്കൂളിൽ വന്നതിന് ശേഷമാണ്. കാരണം വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. വേറെ ആരും അവളോട് സംസാരിക്കാനും നമ്മളെത്ര സംസാരിച്ചെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഇതുണ്ടല്ലോ, കുട്ടികൾക്ക് കുട്ടികളുടെ സെയിം പ്രായത്തിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണെന്ന് തോന്നും അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അവൾ അങ്ങനെയൊക്കെ ഒക്കെ ചേഞ്ച് ഉണ്ടായി. അവൾക്ക് മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ അവൾക്ക് പറയാൻ പഠിച്ചു. അതൊക്കെ ഇവിടെ ഈ സ്കൂളിൽ ഞാൻ ഭയങ്കര ആമിയുടെ ലൈഫിലൊരു ഭയങ്കര ഒരു ഫസ്റ്റ് സ്കൂളാണ്. അപ്പോൾ അത് അത്രയ്ക്കും അവൾക്കൊരു ഓർമ്മയായിട്ട് എനിക്കത് വെക്കാനും പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. ഈ ഡാൻസൊക്കെയാണ് ആമയ്ക്ക് കളിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഡാൻസ്. ആമിൻ്റെ ഡാൻസ് ആമയ്ക്ക് ഇഷ്ടമല്ല, ഈ ഡാൻസൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. പാട്ട് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ശരിക്കും മദർ ഡോട്ടർ കോംബോ പോലെ ഡാൻസൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഒരാളെന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. അത് കഴിഞ്ഞ് ശരിക്കും ചെയ്യേണ്ടതായിരുന്നു. എനിക്കിനി ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ പോകുന്നതേ ഇല്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആമയോട് ആമി നമുക്ക് രണ്ടുപേരും കൂടെ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ആമി പറഞ്ഞു ആമിക്ക് അങ്ങനെ ചെയ്യണ്ടെന്ന്. അവൾ ഇല്ല എന്ന് പറഞ്ഞു. ശരി, നിർബന്ധിച്ചിട്ട് നീ കൊച്ചല്ല കളിച്ചേനെ. പിന്നെ എൻ്റെ ഒരു മടി കൊണ്ട് ഞാൻ വേണ്ടാന്ന് മാറ്റി വെച്ചതാണ്. പക്ഷേ ഇനി ഇങ്ങനെ ഒരു അവസരം അടുത്ത സ്കൂളിൽ പോയാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇവിടെ ശരിക്കും കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, അടുത്ത സ്കൂളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയൊന്നും കിട്ടണമെന്നില്ല. എന്തായാലും കോപ്പിറൈറ്റ് ഉറപ്പാണ്. പിന്നെ ഞാൻ ഓർത്തുന്ന എൻ്റെ ഡാൻസ് വെച്ചും കൂടെ ആഡ് ചെയ്തേക്കാം വീഡിയോയിൽ. പിന്നീട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ഇതെങ്കിലും കാണാമല്ലോ. പക്ഷേ എനിക്ക് എക്സാക്റ്റ് ആ സൗണ്ടിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കോപ്പിറൈറ്റ് എന്തായാലും വരുമായിരിക്കും. എന്നാലും ഞാൻ ഇച്ചിരി സ്പീഡിലിട്ടിട്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളിത് ജസ്റ്റ് ഒരു 4 ദിവസം അത്രേ ഉള്ളൂ പഠിക്കാൻ കിട്ടിയുള്ളൂ. അതിൽ സൺഡേ സാറ്റർഡേ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതെല്ലാം മിക്കവരും വർക്കിംഗ് ആണ്. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യാത്തതായിട്ടുള്ള അമ്മമാർ. അപ്പോൾ അവർ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് സ്കൂൾ വന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത്ര പെർഫെക്ഷനും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരിക്കും നമുക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ എളുപ്പമാണ്, ഗ്രൂപ്പ് കളിക്കാനാണ് പാട്. കാരണം എല്ലാവരും ഒരുപോലെ വരണ്ടേ. എന്നാൽ പോലും കുറച്ചൊക്കെ സിങ്കൊക്കെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇത് കണ്ടപ്പം. പക്ഷെ രസമായിരുന്നു. എനിക്ക് കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ തുടങ്ങി പറ്റി. പിന്നെ സാധാരണ നമ്മൾ സ്കൂളിൽ ആമയെ കൊണ്ടുവിടും, തിരിച്ചു വരും. അങ്ങനെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ കുറേ ഫ്രണ്ട്സെന്ന് എനിക്ക് ഭയങ്കര കുറച്ച് ആൾക്കാരെ പുതിയതായിട്ട് നമുക്ക് പരിചയപ്പെടാൻ ഉള്ള അവസരമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഭയങ്കര പിന്നെ ഞാൻ അത്രയും ദിവസം പ്രാക്ടീസിന് പോയതും ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു 5:30 തൊട്ട് ഒരു 7 മണി വരെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, അവരെല്ലാ കുട്ടികൾക്കും പ്രൈസ് കൊടുത്തു. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് പോലും ഒരു ട്രോഫി കൊടുത്തു. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിഞ്ഞ വട്ടം ആമയ്ക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആമ കഴിഞ്ഞ വട്ടം ഒരു പ്രോഗ്രാമിനും പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ചേർന്നപ്പോഴത്തേക്ക് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു പോയായിരുന്നു.
അപ്പോഴും ആമിക്കൊരു പ്രൈസ് അവർ കൊടുത്തു. അപ്പം എല്ലാവർക്കും ബൈ.